നിങ്ങൾക്ക് ഇപ്പോൾ 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി ഒന്ന് പരിശോധിക്കാം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ണൊന്നും നടക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കുമെന്ന് ഇപ്പോൾ ഒന്ന് തീരുമാനിച്ച് നോക്കുക. എന്നിട്ടൊന്ന് കാത്തിരിക്കുക. ഒരു ചിന്ത വരട്ടെ, ഒന്ന് ശ്രദ്ധിച്ചോ. ചിന്ത വരുന്നതിന് മുമ്പ് പലപ്പോഴും അത് എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല. അത് വന്നതിന് ശേഷമാണ് ഞാൻ ചിന്തിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് പുരാതന ഇന്ത്യൻ മനഃപരിശീലനങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വാതിൽ തുറക്കുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാൻ ആദ്യം അതിനോട് യുദ്ധം ചെയ്യേണ്ട, ആദ്യം അതിനെ കാണാൻ പഠിക്കണം. യോഗ പാരമ്പര്യത്തിൽ മനസ്സിലെ ഇത്തരം ചലനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പദമാണ് വൃത്തി. ചിന്ത, ഓർമ്മ, സങ്കല്പം, ഭയം, ആഗ്രഹം, മനസ്സിലൂടെ ഉയർന്നു വരുന്ന ചലനങ്ങൾ. പക്ഷെ കൗതുകകരമായ കാര്യം ഇതാണ്, ഈ ചലനങ്ങളെ ഉടനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ ആദ്യം അതിനെ അതായിട്ട് തിരിച്ചറിയുക. ഇതാണ് ഇന്നത്തെ തന്ത്രം. ഇപ്പോൾ തന്നെ ഇതൊന്ന് പരീക്ഷിക്കാം. നിങ്ങളുടെ അടുത്ത ചിന്ത വരട്ടെ. അത് വന്നതിന് ശേഷം മനസ്സിൽ മാത്രം പറയാം ചിന്ത. അത്രമാത്രം. അത് പോസിറ്റീവ് ചിന്തയാണോ നെഗറ്റീവ് ചിന്തയാണോ എന്നൊന്നും വിധി എഴുതണ്ട, വെറും ചിന്ത. ഇതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. സാധാരണയായി എന്താണ് സംഭവിക്കുന്നത്? ഒരു ചിന്ത വരുന്നു, എൻ്റെ ബിസിനസ് ശരിയാകുമോ? അടുത്ത നിമിഷം നമ്മൾ ആ ചിന്തയുടെ ഉള്ളിലാണ്. ശരിയായില്ലെങ്കിൽ, പണം നഷ്ടപ്പെട്ടാൽ ആളുകൾ എന്തു പറയും? ഒരു ചിന്ത. പിന്നെ അത് 5 ചിന്തകളായി. 5 ചിന്തകൾ ഒരു വികാരമായി. ഒരു വികാരം ശരീരത്തിൻ്റെ അവസ്ഥ തന്നെ മാറ്റും. അതിനുശേഷം നമ്മൾ എടുക്കുന്ന തീരുമാനവും അപ്പം മാറും. പക്ഷെ ആദ്യത്തെ ചിന്ത വന്ന നിമിഷം ചിന്ത എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഇതൊരു ചിന്ത, ഇത്രേ ഉള്ളൂ. ഒരു ചെറിയ അകലം അപ്പം തന്നെ ഉണ്ടാവും. പുരാതന മനഃപരിശീലനങ്ങളിൽ കാണുന്ന ഒരു വലിയ രഹസ്യത, മനസ്സിൽ സംഭവിക്കുന്ന എല്ലാറ്റിനോടും നമ്മൾ അങ്ങനെ ഉടനെ അങ്ങ് ഒന്നാകേണ്ട ആവശ്യമില്ല. അത് വായിക്കുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് വലിയൊരു കൗതുകം തോന്നുന്നുണ്ട്. കാരണം ഇന്നത്തെ സൈക്കോളജിയിൽ ഇതിന് വളരെ അടുത്ത 3 ആശയങ്ങൾ കാണാം. ഒന്നാമത്തത് മെൻ്റൽ അവെയർനെസ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. ഉദാഹരണത്തിന്, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നു എന്ന് തിരിച്ചറിയുന്നത് മറ്റൊരു കാര്യം. ഈ 2ാം കഴിവാണ് മെറ്റാ അവെയർനെസ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ. ഒരു ചിന്തയെ സത്യമായി പിടിച്ച് അങ്ങ് നിർത്താതെ ഇതൊരു ചിന്ത മാത്രമാണ് എന്ന് കാണാനുള്ള കഴിവ്. ഉദാഹരണത്തിന്, എനിക്കിത് പറ്റില്ല എന്നൊരു ചിന്ത വന്നാൽ എനിക്ക് പറ്റില്ല എന്ന് വിശ്വസിക്കുന്നതിന് പകരം എനിക്ക് പറ്റില്ല എന്നൊരു ചിന്ത ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്ന് കാണുക. വാക്കുകൾ സെയിമാണ്, പക്ഷേ നിങ്ങളുടെ അതുമായിട്ടുള്ള ബന്ധം മാറി. മൂന്നാമതായിട്ട് പറഞ്ഞത് ഡീസെൻറ്ററിങ്. അത് ചിന്തയുടെ നടുവിൽ നിന്ന് പുറത്തേക്കൊരു ചെറിയ ചൂട് മാറി അതിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു സിനിമയിൽ മുഴുകിപ്പോകുന്നതിന് പകരം ഒരു നിമിഷം ഒന്ന് ഓർക്കുക, ഞാനൊരു സിനിമ കാണുകയാണ്, അത്രയേ ഉള്ളൂ. മെറ്റാ അവെയർനെസ്, എന്താണ് നടക്കുന്നത് എന്നറിയുക. കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചിന്തയെ സത്യമായിട്ട് അങ്ങോട്ട് സ്വീകരിക്കാണ്ടിരിക്കുക. ഡീസെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ ചിന്തയുടെ നടുവിൽ നിന്ന് ഒരു അകലം പാലിച്ച് അതിനെ കാണുക. ഈ 3 പദങ്ങൾ പക്ഷേ ഒരു പൊതുവായ ശക്തി. മനസ്സിനുള്ളിൽ സംഭവിക്കുന്നതെല്ലാം നമ്മളല്ല. ഇവയെ പുരാതന ഗ്രന്ഥങ്ങൾ ന്യൂറോ സയൻസായിട്ട് പഠിപ്പിച്ചു എന്നുള്ളതല്ല. പക്ഷേ 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മനുഷ്യ മനസ്സിനെ നിരീക്ഷിച്ചപ്പോൾ കാണുന്ന ഈ സാമ്യം വളരെയധികം കൗതുകകരമാണ്. ഇനി ഇതിനെ നമുക്ക് പീക്ക് പെർഫോമൻസിലേക്ക് കൊണ്ടുവന്നാൽ, നിങ്ങളൊരു വലിയ നെഗോസിയേഷനിലാണെങ്കിൽ മുന്നിലിരിക്കുന്ന വ്യക്തി പറയുന്നു യുവർ പ്രൈസ് ഈസ് ടു ഹൈ, നിൻ്റെ പൈസ വളരെ കൂടുതലാണ്. ഉടനെ ചിന്ത വരികയാണ്, അയ്യോ ഡീല് പോവാണ്. അത് യഥാർത്ഥമല്ല, അതൊരു ചിന്ത മാത്രമാണ്. പക്ഷെ നിങ്ങളതിനെ യഥാർത്ഥമായിട്ട് സ്വീകരിച്ചാൽ നിങ്ങളുടെ ശബ്ദം മാറാം, കോൺഫിഡൻസ് മാറാം, അനാവശ്യമായിട്ട് നിങ്ങളുടെ പ്രൈസ് കുറക്കാം. അതേ നിമിഷം ചിന്ത എന്നുള്ളിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അടുത്ത ചോദ്യം നമ്മുടെ ബുദ്ധിക്ക് ചോദിക്കാൻ പറ്റും, ഡീൽ ശരിക്കും പോകുന്നുണ്ടോ, അതോ നെഗോസിയേഷൻ ഇപ്പോൾ മാത്രമാണോ തുടങ്ങുന്നത്? അത് തുടങ്ങിയിട്ടുള്ളൂ, അത് നെഗോസിയേഷൻ തുടങ്ങിയിട്ടുള്ളൂ. ഇതാണ് ഈ തന്ത്രം. ചിന്തയെ ഇല്ലാതാക്കരുത്. ചിന്തക്കും തീരുമാനത്തിനും ഇടയിൽ ഒരു ഇടം എപ്പോഴും സൂക്ഷിക്കുക. ഇനി അതിൻ്റെ അടുത്ത ഘട്ടം കുറച്ചും കൂടി കൗതുകകരമാണ്. നമ്മൾ വികാരം വരുമ്പോൾ, ഇപ്പം ദേഷ്യം, ഒരു ഭയം വരുമ്പോൾ ഭയം, ഒരു ശക്തമായ ആഗ്രഹം വരുമ്പോൾ ആഗ്രഹം, ഇതൊക്കെ ഒരു പേര് കൊടുക്കുക. അതിൻ്റെ ആ ഇമോഷൻ എടുക്കേണ്ട, അതിനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ മനഃശാസ്ത്രത്തിലെ ചില ഗവേഷണങ്ങൾ വികാരത്തിന് പേര് നൽകുന്നത് ഇമോഷണൽ റെഗുലേഷനെ സഹായിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പുരാതനമായ പെർസ്പെക്റ്റീവ് പ്രാക്ടീസിനെ ഒരു പുതിയ കണ്ണിലൂടെ നോക്കാൻ നമുക്ക് കഴിയും. ഈ സീരീസിൽ ഞാൻ അതാണ് ശ്രമിക്കുന്നത്. പുരാതനമായ ഒരാശയം കണ്ടെത്തുക, അതിൽ ഉപയോഗപ്രദമായ ഭാഗം വേർതിരിക്കുക, ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലൊന്ന് പരിശോധിക്കുക, പിന്നീട് ഇന്നത്തെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ ടൂളാക്കി മാറ്റുക. എൻ്റെ പേഴ്സണൽ മെന്ററിംഗിലും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. കൂടുതൽ ഇൻഫർമേഷൻ ഒരാളുടെ തലയിലേക്ക് കുത്തി നിറക്കുകയല്ല, അയാളുടെ യഥാർത്ഥ ജീവിതത്തിൽ ദേഷ്യം വരുന്ന നിമിഷത്തിൽ
ഭയം വരുന്ന നിമിഷത്തിൽ, ഡിസിഷൻ എടുക്കുന്ന നിമിഷത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെൻ്റൽ ടൂൾ അയാളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. കാരണം അറിവ് എന്നുള്ളത് ഓർമ്മയിൽ കിടക്കാം, പക്ഷെ പരിശീലിക്കപ്പെടുന്ന അറിവാണ് ആവശ്യമായ നിമിഷത്തിൽ പുറത്തേക്ക് വരുന്നത്. ഇന്ന് ഒരു പ്രത്യേക സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, മെഡിറ്റേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ണടക്കേണ്ടതും ആവശ്യമില്ല. ഇന്ന് ഏതെങ്കിലും ചിന്ത നിങ്ങളെ തലനെ പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ മനസ്സിലൊരു വാക്ക് മാത്രം പറയാം, ചിന്ത. ചിന്ത അത്രമാത്രം, അതിന് ഇമോഷൻ കൊടുക്കണ്ട. അപ്പോൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കുക, ചിന്ത ഇപ്പോഴും അവിടെ ഉണ്ട്, പക്ഷേ നിങ്ങളും ആ ചിന്തയും കൃത്യമായ ഒരേ തലത്തിലല്ല. അതായത് നിങ്ങളെ ചിന്ത അവിടെ കൊണ്ടുപോയിട്ടില്ല, ചിന്ത ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണ്, നിങ്ങളതിനെ നോക്കിക്കാണ്. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിനൊക്കെ ആഴത്തിലുള്ളൊരു പുരാതനമായ രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. ഒരു അനുഭവം അവസാനിച്ചാലും അതിൻ്റെ ഒരു അടയാളം മനസ്സിൽ ബാക്കി നിൽക്കും. അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ അടയാളം നമ്മുടെ ഇഷ്ടങ്ങളെയും ഭയങ്ങളെയും ബന്ധങ്ങളെയും തീരുമാനങ്ങളെപ്പോലും സ്വാധീനിക്കാൻ തുടങ്ങും. പുരാതന ഇന്ത്യൻ മനഃശാസ്ത്രം ഇതിന് നൽകിയ പേര് സംസ്കാര. അടുത്ത എപ്പിസോഡിൽ ഒരു പഴയ സംസ്കാരം എങ്ങനെ ഇന്നത്തെ ജീവിതത്തെ അറിയാതെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം.